ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡുകളിൽ നമ്മൾ സാധാരണ പരിചയപ്പെടുത്താറുള്ളത് ഏതെങ്കിലും സംരംഭങ്ങളെയോ സംരംഭകരെയോ ഒക്കെയാണ്. എന്നാൽ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്ന് അത്യാവശ്യമായി മാറിക്കഴിഞ്ഞ ഒന്നിനെക്കുറിച്ചാണ്. എന്നാൽ ഈ എപ്പിസോഡിലുമുണ്ട് ഒരു സംരംഭകനും ഗുണഭോക്താവും. ഞാൻ അഭിലാഷി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഞ്ച് 3-3.5 അടുത്ത് എന്തായാലും ഏത് കമ്പനിയുടെ എടുത്താലും ഏതാണ്ട് ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. സോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പം നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും വളരെയധികം ലാഭമാണ്. കൺസ്യൂമർ എന്ന നിലയ്ക്ക് അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതകാലം കറണ്ട് അടയ്ക്കേണ്ടി വരത്തില്ല. പിന്നെ KSB കറണ്ട് ചാർജ് എത്ര കൂട്ടിയെന്ന് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല. കാരണം നമ്മൾ KSB ജനറേറ്റ് ചെയ്യുന്ന പവർ അല്ലല്ലോ, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ജനറേറ്റ് പോലെ ഈ പ്രദേശത്ത് സോളാർ ലൈറ്റ് പ്രകാശിക്കുന്ന പോലെ പ്രകാശിക്കുകയാണ്. ഇപ്പോൾ എല്ലായിടത്തും ലൈറ്റുകൾ 4 വശത്ത് വെച്ച് പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് നാട്ടിലുള്ളവർക്ക് ഒരു പ്രയോജനകരമായി തീർന്നു എന്നുള്ളതാണ് ഇൻഡയറക്റ്റ്ലി. കാരണം അവർക്ക് രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാത്ത സാഹചര്യത്തിൽ ഇത് ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ്. വളരെയധികം ഹാപ്പിയാണ്. സോളാർ പാനൽ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നും കണക്കില്ലാതെ വൈദ്യുതി ഉപയോഗിക്കാമെന്നും അറിയാത്തവരല്ലല്ലോ നമ്മൾ മലയാളികൾ. പിന്നെ എന്തുകൊണ്ടാകും സ്വന്തം വീട്ടിൽ ഒരു സോളാർ പ്രോജക്റ്റ് എന്ന് പലരും ചിന്തിക്കാത്തത്? അതിന് കാരണം ഒന്നേയുള്ളൂ, അതിന് ചെലവ് വരുന്ന ലക്ഷങ്ങളുടെ കണക്ക് തന്നെ. നമ്മൾ കൂട്ടിയാൽ കൂടുമോ എന്ന ചിന്ത. ഓരോ വർഷവും നമുക്ക് വീട്ടിൽ ചിലവാകുന്ന വൈദ്യുതി ബിൽ, LPG സിലിണ്ടർ വില, ബൈക്കിനും കാറിനുമൊക്കെ വേണ്ടിവരുന്ന ഇന്ധനവില, ഇതൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയാൽ മനസ്സിലാകും സബ്സിഡിയോടെ സ്വന്തം വീട്ടിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്താൽ ലഭിക്കുന്ന സാമ്പത്തിക ലാഭം എത്രയാണെന്ന്. യാതൊരു പിശുക്കും കൂടാതെ അൺലിമിറ്റഡായി വൈദ്യുതി ഉപയോഗിക്കാമെന്ന് അനുഭവസ്ഥർ പറയുന്നു. പിന്നെ അതുപോലെ AC ആണെങ്കിലും മറ്റേന്ന് വെച്ചാൽ കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അപ്പം ഇപ്പോഴത്തേത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്നും അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് നമ്മളിപ്പം ഇത് വെച്ചത് തന്നെയെന്ന് വെച്ചാൽ. നേരത്തെ 28 ദിവസമൊക്കെ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ 3 മാസമായിട്ടും കുറ്റി മാറ്റിയിട്ടേ ഇല്ല. ഇപ്പം പിള്ളേർ കേക്ക് പറയുമ്പോൾ അതാണേലും നമുക്ക് മൈക്രോവേവിൽ അത് നമുക്ക് എത്ര വേണേലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം 2 AC ആയിട്ട് എല്ലാം. ഇൻഡക്ഷൻ കുക്കർ ആണല്ലോ ഇപ്പം നമ്മൾ ഫുള്ള് ഇൻഡക്ഷനിലാണ്. 2 ഇൻഡക്ഷൻ കുക്കറാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുള്ള് ഇപ്പം ഗ്യാസിൻ്റെ പരിപാടി ഇപ്പോൾ ഇല്ല. ഇപ്പം അൺലിമിറ്റഡ് എല്ലാം യൂസ് ചെയ്യാവുന്നതുകൊണ്ട് നല്ലൊരു ഇത് തന്നെയാണ്. നെരിപ്പോട് പോലെ എരിയുകയാണ് കേരളം. ഓരോ ദിവസവും ചൂട് കൂടിക്കൂടി വരുന്നു. പകൽ സമയങ്ങളിൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വീടിനുള്ളിൽ പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ. അത്രയ്ക്ക് ചൂടാണ് പുറത്തും അകത്തും. രാപകൽ ഭേദമില്ലാതെ ഫാനിടാമെന്ന് വെച്ചാലോ? 2 മാസം കൂടുമ്പോൾ എത്തുന്ന വൈദ്യുതി ബില്ലിലെ തുക ഓർക്കുമ്പോൾ തന്നെ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യും. അല്ല, ഫാൻ ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ കിട്ടുന്നതും ചൂട് കാറ്റാണ്. വീട്ടിൽ AC ഉണ്ട്, അത് ഓണാക്കി മുറിയാകെ ഒന്ന് തണുപ്പിക്കാമെന്ന് വെച്ചാൽ മീറ്റർ കുതിച്ചു പായുകയാണ്. എന്നാൽ വൈദ്യുതി ബില്ലിനെ പേടിക്കേണ്ടെന്നും സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു തരത്തിലും നഷ്ടമല്ലെന്നും സ്വന്തം വീട്ടിൽ 5 കിലോവാട്ടിൻ്റെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്ത റോഷിൻ പറയുന്നു. നമസ്കാരം. നമ്മളിന്നുള്ളത് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ലിമിറ്റഡിൻ്റെ കേരള ഹെഡ് ശ്രീ റോഷിലിൻ്റെ കോട്ടയം മണർകാട്ടുള്ള വീട്ടിലാണ്. റോഷിലിൻ്റെ വീട്ടിൽ സോളാർ പാനൽ ഘടിപ്പിച്ചിട്ടുണ്ട്. റോഷിൻ തന്നെ അതേക്കുറിച്ച് പറയാം. അതിന് മുമ്പുള്ള പാനൽ ഘടിപ്പിക്കുന്നതിന് മുമ്പ് റോഷിൻ്റെ വീട്ടിലെ കറണ്ട് ചാർജിൻ്റെ ഒരു അവസ്ഥയും, പാനൽ ഘടിപ്പിച്ചിപ്പോൾ ഒരു 3 മാസത്തോളമായി, 3-4 മാസത്തോളമായി. 2 ബില്ലുകളോളം വന്നു ഘടിപ്പിച്ചതിന് ശേഷം. അതിന് ശേഷമുള്ള കാര്യങ്ങളും എല്ലാം റോഷിൽ തന്നെ നേരിട്ട് പറയും. നമസ്കാരം റോഷിൽ. നമസ്കാരം. ഈ സോളാർ പാനൽ ഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? സോളാർ പാനലിൽ ഞാൻ വീട് വെച്ചിട്ട് ഞങ്ങൾ 2015-ലാണ് വീട് വെച്ചത്. അന്ന് മുതലേ ഞാൻ ഇങ്ങനെ ഒരു തോട്ടുണ്ട് പാനൽസ് നമുക്ക് വെക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആവറേജ് ഒരു മാസം 2 മാസം കൂടുമ്പോൾ ബില്ല് വരുന്നത് ഏതാണ്ട് ഒരു 6500-7000 രൂപയുടെ ഒരു ബില്ല് ഞങ്ങൾക്ക് വരാറുണ്ട്. ഏതാണ്ട് ഒരു മന്ത്ലി കൺസപ്ഷൻ 300 യൂണിറ്റ് മുതൽ 400 യൂണിറ്റ് വരെ നമുക്ക് വരാറുണ്ടായിരുന്നു. അപ്പം ഒരു 2 മാസം കൂടുമ്പോൾ ഒരു 6000, 6500 രൂപ, 7000 രൂപ ഇങ്ങനെ പോകുന്നത് നമുക്കൊരു വളരെ നഷ്ടമാണ്. സാധാരണ ഉപയോഗം മാത്രമേ ഉള്ളൂ. വീട്ടിൽ ഒരു AC ആണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. രണ്ടാമത് വീണ്ടും ഒരു AC വന്നിരുന്നു. എന്നിരുന്നാലും നമുക്ക് ആവറേജ് ഒരു 2 മാസം കൂടുമ്പം ഒരു 6500-7000 രൂപയുടെ ബില്ലാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്കത് മിനിമൈസ് ചെയ്യാം, ആ ഫിക്സഡ് എക്സ്പെൻസ് എങ്ങനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാമെന്ന് ആലോചിച്ച് ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ സോളാർ പാനലിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം വന്നത്. അങ്ങനെ പഠിച്ചു. അപ്പം സബ്സിഡിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി.
അതുവഴി നമ്മൾ പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുകയായിരുന്നു ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഏതാണ്ട് 3,40,000 രൂപ എടുത്ത് അല്ലെങ്കിൽ ആ റേഞ്ച് 3-3.5 അടുത്ത് എന്തായാലും ഏത് കമ്പനിയുടെ എടുത്താലും ഏതാണ്ട് ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. സോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പം നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും വളരെയധികം ലാഭമാണ്. കാരണം എനിക്ക് ലാഭം എന്ന് പറയുന്ന ഫാക്ടർ പലതാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ കിച്ചണിൽ ഞാനിപ്പം ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. വളരെ മിനിമൽ യൂസേജ് മാത്രമേ നമുക്ക് LPG കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. നമ്മളൊരു അഡീഷണലായിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കറും കൂടെ വാങ്ങിച്ചിട്ട് പൂർണ്ണമായും നമ്മുടെ കുക്കിംഗ് ഇൻഡക്ഷനിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ എനിക്ക് മാസം ഒരു 1000-ന് മേളിൽ എനിക്ക് LPGയിൽ ലാഭം വന്നു. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് മാസം വന്നുകൊണ്ടിരുന്ന ബില്ല് 5,000-നും 6,000-നും ഇടയ്ക്കായിരുന്നു. അതുകൊണ്ട് മന്ത്ലി ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3,500-4,000 രൂപയുടെ അല്ലെങ്കിൽ 3,500-4,000 രൂപയുടെ ആവറേജ് ബില്ലാണ് ഒരു മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ വരിക ഫിക്സഡ് ചാർജായിട്ട്. അതും എനിക്ക് മാറി. അപ്പം 4,500 രൂപ ടോട്ടൽ അറ്റ്ലീസ്റ്റ് 4,500 മുതൽ 5,000 രൂപ എന്ന ഒരു റേഞ്ചിലേക്ക് എനിക്ക് ഒരു മാസം എനിക്ക് സേവിങ്സിലേക്ക് മാറ്റാൻ പറ്റി. ഇനി ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടറോ അതുപോലെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുകയാണെങ്കിൽ വീണ്ടും എനിക്ക് പെട്രോളിൻ്റെ ആ ഫ്യൂൽ ചാർജുകളും എനിക്ക് സേവിങ്സിലേക്ക് വരും. അപ്പോൾ ഒരു 5-6-7 വർഷം കൊണ്ട് ഇതിൻ്റെ ഈ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വൈദ്യുതി ബില്ലിനെ പേടിച്ച് ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഫാനോ AC-യോ ഇൻഡക്ഷൻ കുക്കറോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ അയൺ ബോക്സോ ഒന്നും ആവശ്യം പോലെ ഉപയോഗിക്കാതിരിക്കേണ്ട. ദിവസം മുഴുവൻ AC ഉപയോഗിച്ചോളൂ. ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് തന്നെ ഉപയോഗിച്ചോളൂ. പൊന്നും വില കൊടുത്ത് അടുക്കളയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഗ്യാസ് സിലിണ്ടർ കാലിയാകുമോ എന്ന പേടിയേ വേണ്ട. ഇൻഡക്ഷൻ കുക്കറും ഓവനുമൊക്കെ ആവശ്യം പോലെ ഉപയോഗിക്കാമെന്ന് റോഷിൻ്റെ അമ്മയും ഭാര്യയും പറയുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷനെ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക്. ഇവിടെ ഗ്യാസ് അങ്ങേയറ്റം 28 ദിവസമൊക്കെ പോകത്തുള്ളായിരുന്നു. അപ്പം വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അത്ര ചായയോ അങ്ങനെ എന്തെങ്കിലും മാത്രം ഇതെല്ലാം ഉണ്ടാക്കാം, എന്നാലും ചെയ്യരുതെന്നായിരുന്നു കൂടുന്നത് കൊണ്ടേ ഉപയോഗിക്കാതിരുന്നിട്ട് പോലും കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട്. ഗ്യാസ് 3 മാസമായി മാറ്റിയിട്ടേ ഇല്ല. മിക്ക ചോറ് വരെ ഞാൻ ഇതെല്ലാം വെക്കുന്നത്. പിന്നെ ഇപ്പം മൈക്രോവേവ് ആണല്ലോ നമുക്കിപ്പം നല്ലപോലെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ AC ആണെങ്കിലും മറ്റേന്ന് വെച്ചാൽ കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തും അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഇതാണ്. അതെ, കറണ്ട് ബിൽ കണ്ട് ഇനി കണ്ണ് തള്ളേണ്ട എന്ന് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള വൈദ്യുതി ബിൽ കാണിച്ച് റോഷിൻ പറയുന്നു. ഇതാണ് നമുക്ക് ഈ മാസം ഫെബ്രുവരി 2024 വന്ന ബില്ല്. നമുക്ക് പൊതുവെ വരാറുള്ള ബില്ല് 5,000-നും 6,000-നും ഇടയിലുള്ള ബില്ലാണ്. പക്ഷേ ഈ പ്രാവശ്യം വന്ന ബില്ലിൻ്റെ എമൗണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം, വെറും 244 രൂപയാണ് വന്നേക്കുന്നത്. പ്രകൃതിയിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സായ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ നമ്മൾ എന്തിന് കറണ്ട് ചാർജിനെ പറ്റി ഓർത്ത് ആകുലപ്പെടണം? സൗരോർജം ഉപയോഗിച്ച് എത്രമാത്രം സോളാർ വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നുവെന്ന് ഇൻവെർട്ടർ ഡാഷ്ബോർഡിലെ ഔട്ട്പുട്ട് വിവരങ്ങൾ കാണിച്ച് റോഷൻ വിശദീകരിക്കുന്നു. ഇൻവെർട്ടർ വെച്ചേക്കുന്നത് ഗുഡ്വിയുടെ ഇൻവെർട്ടറാണ്. അപ്പോൾ ഗുഡ്വിയുടെ ഇൻവെർട്ടറിൻ്റെ തന്നെ ഒരു ഡാഷ്ബോർഡ് നമുക്ക് തരും. ലോഗിൻ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഡാഷ്ബോർഡാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഡാഷ്ബോർഡിനകത്ത് 19/1/2024 മുതൽ ഓരോ ദിവസവും നമുക്ക് സോളാർ വഴി കിട്ടിയ ഔട്ട്പുട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോ ദിവസത്തെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇത് ഞങ്ങളിവിടെ വെച്ചേക്കുന്നത് 5 കിലോവാട്ടിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ ആവറേജ് നമുക്ക് കിട്ടേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത് 20 യൂണിറ്റാണ് നമുക്ക് ആവറേജ് ഒരു ഗ്യാരണ്ടി പറയുന്നത്. മിനിമം 20 കിട്ടും, അല്ലെങ്കിൽ ആവറേജ് ഒരു 20 ആണ് നമുക്ക് കിട്ടേണ്ടത്. എന്നിരുന്നാലും എനിക്കിവിടെ ഏറ്റവും ഹയസ്റ്റ് നമുക്ക് 32 വരെ എനിക്കൊരു ദിവസം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 16 ഫെബ്രുവരി 2024 ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് 32 യൂണിറ്റാണ്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 27-ന് മേളിൽ എനിക്ക് കിട്ടാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. അത്യാവശ്യം ക്ലൗഡ്സ് ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 25 എനിക്ക് മസ്റ്റായിട്ട് കിട്ടാറുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഗ്രാഫ് ഞാൻ കാണിക്കാം. ഇന്നത്തെ ഗ്രാഫ് നമുക്കിങ്ങനെയാണ് ഗ്രാഫ് വരിക. രാവിലെ ഏതാണ്ട് ഒരു 6:45, അതായത് സൂര്യൻ്റെ ഫസ്റ്റ് ലൈറ്റ് വരുന്ന ആ നിമിഷം തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും 6:45. പക്ഷേ അന്നേരം ഉണ്ടാകുന്ന പവർ വളരെ കുറവായിരിക്കും. വൺസ് ഗ്രാജുവലി നമ്മുടെ സൺലൈറ്റിൻ്റെ ആ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചിട്ട്
ഈ പവർ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. വൺസ് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പീക്ക് പോയിന്റിലേക്ക് എത്തും. 5 കിലോ വാട്ടിന് ഏകദേശം ഒരു 4500 അടുത്ത് വരെ നമുക്ക് മാക്സിമം കിട്ടാറുണ്ട്. തലേ ദിവസത്തെ കാണിച്ചാൽ ഞാൻ 16-ാം തീയതി ഒരു ഡേറ്റിലെ കാണിക്കാം. അന്നാണ് എനിക്ക് ഏറ്റവും ഹയസ്റ്റ് കിട്ടിയേക്കുന്നത് 32 യൂണിറ്റ്സ്. അന്നത്തെ പീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 4536 വാട്ട്സാണ്. അന്ന് വൈകിട്ട് ഏതാണ്ട് 7 മണി വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. രാവിലെ സ്റ്റാർട്ട് ചെയ്തത് 6:50 സ്റ്റാർട്ട് ചെയ്തു. സോ അതും ഒരു അഡ്വാൻറ്റേജാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ദിവസമാണ് കുറഞ്ഞത്. അപ്പം പല പല കാരണങ്ങളുണ്ടാവും. നമുക്കിപ്പം നല്ല സണ്ണി ഡേ ആണെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ ക്ലൗഡ്സ് വരും. ഇപ്പോൾ ക്ലൗഡ്സ് വരുമ്പോൾ അതിൻ്റെ വേരിയേഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. കണ്ടോ, ഇതൊക്കെ ക്ലൗഡ്സ് വന്നിട്ട് ആ പീക്ക് പോയിന്റിൽ വരുന്ന ഡിപ്സുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് ചെറിയ പ്രൊഡക്ഷൻ കുറവായിരിക്കും. നമ്മളിവിടെ വെച്ചേക്കുന്നത് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. സോ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് തന്നെ നമ്മുടെ ഇൻവേർട്ടർ KSEBയുടെ കറണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെൻസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അത് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിലുള്ള എന്തെങ്കിലും ഫോൾട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് KSEBയിലെ ഉദ്യോഗസ്ഥന്മാർ അത് ലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ ആവുന്ന കറണ്ട് അത് ആ ലൈനിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഓൺ ഗ്രിഡിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈനിലെ പവർ KSEB കട്ട് ഓഫ് ആവുന്ന സമയത്ത്, അത് കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. അതാണ് നിങ്ങളിവിടെ കാണുന്ന ഈ ഡിപ്പ്. അതായത് 13-ാം തീയതി ഏകദേശം ഒരു 9:45 ഒരു ചെറിയ ഡിപ്പ് കാണിക്കുന്നുണ്ട്. അവിടെ കറണ്ട് പോയതാണ്. അപ്പോൾ ഫുൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പായി. അത് 5 മിനിറ്റിനകത്ത് തന്നെ കറണ്ട് തിരിച്ചു വന്നു, വീണ്ടും റെസ്യൂം ആയി. ഇതാണ് നിങ്ങളിവിടെ കാണുന്ന ഗ്രാഫ്. സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പല പല കമ്പനികൾ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൽ കിട്ടിയ കൊട്ടേഷൻ പ്രകാരം, പല കൊട്ടേഷൻ കിട്ടിയ പ്രകാരം അവരുടെ സർവീസിൻ്റെ കാര്യങ്ങളായാലും പാനലിൻ്റെ വാറൻറ്റിയുടെ കാര്യങ്ങൾ, അതിൻ്റെ വോട്ടേജ്, ഏതാണ് അവർ ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ആൾക്കാർക്കാണ് നമ്മളത് കോട്ട് കൊടുത്തത്. ഞങ്ങൾ സോളാർ പാനൽ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത കമ്പനിയുടെ പേര് എനർജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന കമ്പനിയാണ്. അദ്ദേഹം മിസ്റ്റർ അനിൽകുമാറാണ്. വളരെ നല്ല രീതിയിലുള്ള കോട്ടും തുടർന്നുള്ള അവരുടെ സേവനങ്ങൾ എങ്ങനെയാണ് ആഫ്റ്റർ സെയിൽ സർവീസിൻ്റെ കാര്യങ്ങളിലായാലും വളരെ ക്ലാരിറ്റി ആയിട്ട് അവർ നമുക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് തന്നിരുന്നു. പിന്നെ റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു റേറ്റാണ് അവർ തന്നത്. സോ ഞങ്ങൾ എനർജി ആൻഡ് എൻവയോൺമെൻറ്റിനാണ് നമ്മുടെ ആ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തത്. വൈദ്യുതി ചാർജ് വർദ്ധിക്കുകയും ഓരോ വർഷവും ചൂട് കൂടി വരികയും ചെയ്യുന്ന ഇക്കാലത്ത് വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഓരോ വീടുകൾക്കും ആവശ്യമായ സോളാർ വൈദ്യുതി എത്രയെന്നും സോളാർ പാനൽ സ്ഥാപിക്കാൻ ഇപ്പോൾ നിലവിലുള്ള നിരക്ക് എത്രയെന്നും ഇതിന് എത്ര രൂപ സബ്സിഡി കിട്ടുമെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഫിനാൻഷ്യൽ ഗൈഡിനോട് പങ്കുവയ്ക്കുകയാണ് എനർജി ആൻഡ് എൻവയോൺമെൻറ്റ് MD അനിൽകുമാർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് എനർജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ MD ശ്രീ അനിൽകുമാറാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അനിൽ, നമസ്കാരം. എനർജി ആൻഡ് എൻവയോൺമെൻറ്റ് ഒന്ന് പരിചയപ്പെടുത്തുമോ കമ്പനിയെ? നമ്മൾ കഴിഞ്ഞൊരു 6 വർഷമായിട്ട് സോളാർ പവർ സിസ്റ്റം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആലപ്പുഴ ബേസ്ഡാണ് കമ്പനി. എങ്കിലും നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ മൊത്തമായിട്ട് നമ്മളൊരു 500 സിസ്റ്റത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി കസ്റ്റമേഴ്സാണ്. ഇതൊന്നും വലിയ പരാതിയും ഒന്നുമില്ല. അങ്ങനെ സന്തോഷമായിട്ട് പോകും. ഇതിൻ്റെ സർവീസൊക്കെ വേണ്ടി വന്നാൽ സർവീസിനൊക്കെ ടീമുണ്ടോ? ടീമുണ്ട്. സർവീസിന് വിളിച്ചിട്ട് ഇപ്പോൾ ഇന്ന് എത്താൻ പറ്റില്ലെങ്കിൽ നാളെയെങ്കിലും നമ്മൾ ചെയ്തിരിക്കും. ഇതിനോടകം എത്ര റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ അതുപോലെ കൊമേഴ്സ്യൽ പ്രോജക്റ്റുകൾ എത്ര എണ്ണം ഏകദേശം ചെയ്തിട്ടുണ്ടാവും? 500 മുകളിൽ ചെയ്തിട്ടുണ്ട്. 500 മുകളിൽ. എത്ര വർഷമായി രംഗത്തുണ്ട്? 6 വർഷമായിട്ട്. 6 വർഷമുണ്ട്. 6 വർഷത്തിനിടയ്ക്ക് 500 പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. ശരി, എങ്ങനെയുണ്ട് മൊത്തത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക്? എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും സന്തോഷമായിട്ട് തന്നെ നമ്മുടെ പെരുമാറുന്നുണ്ട്. അതിനർത്ഥം വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. സൂര്യന് ഒരു മടുപ്പും ഇല്ലാതെ കത്തുന്നത് കൊണ്ട് നന്നായിട്ട് എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും. അതെ, പിന്നെ ഇതിന് ബന്ധു ഹർത്താലൊന്നും ഇല്ല. ബന്ധു ഹർത്താലും ഇല്ല, പണി മുടക്കുകയില്ല. അത് ശരി ശരി. ലൈറ്റ് ഉള്ളപ്പോൾ അത് വർക്ക് ചെയ്യും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം. ഓരോ വർഷവും ചൂട് കൂടിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ AC എണ്ണം കൂട്ടേണ്ടി വരും. AC ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം കൂട്ടേണ്ടി വരും. അതൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ KSEBയുടെ കറണ്ട് ചാർജ് വെച്ചിട്ട് അഫോർഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു 3,20,000 രൂപ 3 ലക്ഷം രൂപ
അത്രയും മുടക്കി ഒരു സോളാർ 5 കിലോവാട്ട് സിസ്റ്റം വെച്ചാൽ ജീവിതകാലം നമുക്ക് കറണ്ട് അടയ്ക്കേണ്ടി വരത്തില്ല. കറണ്ട് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാം, AC-യും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇപ്പം എൻ്റെ വണ്ടി ഇലക്ട്രിക് വണ്ടിയാണ്, ടാറ്റ നെക്സോൺ. ഞാൻ വീട്ടിലാണ് വീട്ടിലാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 34 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2000 ലിറ്റർ പെട്രോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം രൂപ ഞാൻ ഈ സോളാർ വഴി എനിക്ക് ലാഭമായിട്ടുണ്ട്. ഒരു വീട്ടിലൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ എത്ര കിലോ വാട്ട് സോളാർ പാനൽ ഫിറ്റ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ്? അതൊരു കൺസ്യൂമർ എന്ന രീതിയിൽ ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം എല്ലാവരും പറയും എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം വെച്ചിട്ട് എനിക്ക് 3 കിലോ വാട്ട് മതിയെന്ന് പറയും. ഇപ്പോഴത്തെ ആവശ്യം എന്ന് വെച്ചാൽ AC ഒക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും കറണ്ട് ചാർജ് വരുന്നത്. ആ അവസ്ഥയിൽ 3 കിലോ വാട്ട് മതിയെന്ന് പറയും. പക്ഷേ 3 കിലോ വാട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ കറണ്ട് കൂടുതൽ ഉപയോഗിക്കും, AC-യുടെ എണ്ണം കൂട്ടും. അപ്പം ഈ 3 കിലോ വാട്ട് നമുക്ക് പോരാണ്ട് വരും. അപ്പം സംഭവിക്കുന്നത് വെച്ചാൽ 3 കിലോ വാട്ട് നമ്മൾ ഇത്രയും പൈസ മുടക്കി വീട്ടിൽ വെച്ചിട്ട് പിന്നെയും KSEB ബില്ല് വന്നു കഴിഞ്ഞാൽ അത് വെച്ചൊരു കൺസ്യൂമർക്ക് സങ്കടമാവും. പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, ഈ പാനലിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. പക്ഷേ ഈ പഴയ 3 കിലോ വാട്ട് ഇൻവെർട്ടർ നമുക്കത് നമ്മുടെ കയ്യിൽ തന്നെ ആയിപ്പോൾ. പുതിയ ഇൻവെർട്ടർ 5 കിലോ വാട്ട് മേടിച്ച് വെക്കേണ്ടി വരും. ഇത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് പോലും ആരും മേടിക്കത്തില്ല. അങ്ങനെ ഒരു നഷ്ടം കൺസ്യൂമർക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ 3 കിലോ വാട്ടിനെ തീരെ പ്രോത്സാഹിപ്പിക്കാറില്ല. 5 കിലോ വാട്ട് അല്ലെങ്കിൽ മാക്സിമം 4 കിലോ വാട്ട്, അതിൽ കുറച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ സമീപ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഊർജ്ജ ഉപഭോഗവും കൂടെ കണക്കിലെടുത്ത് വേണം ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിന്റെ ചെലവ് എങ്ങനെയാണ്? നമുക്ക് ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇപ്പം കറണ്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഒരുപാട് പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ ആദ്യത്തെ ആ ചെലവ്, ഇനീഷ്യൽ ഒരു എക്സ്പെൻസ് കണക്കിലെടുക്കുമ്പോൾ അവരെല്ലാം പിൻവലിയുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ചെലവ് നിശ്ചയിക്കുന്നത്? ഒരു 5 കിലോ വാട്ട് സിസ്റ്റമാണ് ഞാൻ കൂടുതലും ഒരു വീട്ടിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു 3,20,000 രൂപ അടുത്ത് ആകും. അതിൽ 78,000 രൂപ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. പിന്നെ ഇപ്പം ബാങ്കുകളെല്ലാം ഫിനാൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ബാങ്കുകളുണ്ട്. ഫിനാൻസിങ് ഇപ്പം ബുദ്ധിമുട്ടില്ല. ഏതായാലും ഒരു നല്ല കറണ്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് 2 മാസം അടയ്ക്കുന്ന കറണ്ട് ചാർജിൻ്റെ അടുത്ത് ഇതിൻ്റെ EMI വരാൻ സാധ്യതയുള്ളൂ. ഈ 5 കിലോ വാട്ട് പ്ലാന്റിനാണ് ഏകദേശം 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 ലക്ഷം ആകുന്നത്. അപ്പം അതിൽ ഈ സെൻട്രൽ ഗവൺമെന്റ് തരുന്ന ഈ സബ്സിഡി ഉൾപ്പെടെയാണോ ഈ തുക 3 ലക്ഷം രൂപ? അല്ല, 3,20,000 സിസ്റ്റത്തിന്റെ കോസ്റ്റാണ്, ഇൻസ്റ്റലേഷനിലെ ഉൾപ്പെടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 78,000 രൂപ സബ്സിഡി ആയിട്ട് കിട്ടും. പിന്നെ KSEB ഒരു 4,000 രൂപ. നമ്മൾ ആദ്യം ഈ എമൗണ്ട് മുടക്കണം. മുടക്കി കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി എത്തും. ഇതിന് ഫൈനാൻസ് ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞത്, ഫൈനാൻസ് സ്കീമിൽ ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവരുണ്ടെന്ന്. ബാങ്ക് ഫിനാൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ എങ്ങനെയാണ്? അതിന് ബാങ്കിൽ പേഴ്സണൽ ലോണായിട്ട് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സോളാർ ലോണായിട്ട് എടുത്ത് ചെയ്യാം. ഇപ്പം നമ്മുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സോളാർ ചെയ്യുന്നവരുടെ. ഞങ്ങൾ ധനലക്ഷ്മി ബാങ്കായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ടി ഫിനാൻസ് ചെയ്യും. സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്താൽ വേറെ എന്തൊക്കെയാണ് ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് അഡ്വാൻറ്റേജ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതകാലം കറണ്ട് അടയ്ക്കേണ്ടി വരത്തില്ല. പിന്നെ KSEB കറണ്ട് ചാർജ് എത്ര കൂട്ടിയെന്ന് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല. കാരണം നമ്മൾ KSEB ജനറേറ്റ് ചെയ്യുന്ന പവർ അല്ലല്ലോ, നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് KSEB ചാർജസ് എത്ര കൂടിയെന്ന് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല. സോളാർ പാനലിന് എപ്പോഴെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരാറുണ്ടോ? പിന്നെ മെയിൻ്റനൻസ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. കാരണം ഇവിടെ 3-4 മാസം കൊണ്ട് മഴ പെയ്യുന്നതുകൊണ്ടിട്ട് ഒരു പാനലൊക്കെ ഒരുമാതിരി ക്ലീൻ ആയിരിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ കർണാടകയിലൊക്കെ മഴയില്ലാത്തതുകൊണ്ടിട്ട് അവിടെ ആഴ്ച ക്ലീൻ ചെയ്യേണ്ടി വരും. ഇവിടെ ഇടയ്ക്കൊരു 4-5 മാസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്പുണ്ട്. അതായത് ഇപ്പോൾ നല്ല വെയിലുള്ള ദിവസം ഒരു 15 യൂണിറ്റ് ജനറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മേളിൽ പാനൽ കയറി നോക്കിയിട്ട് അതിൽ അഴുക്കുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഈ പാനൽ തന്നെ പല വിധത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പോളിക്രിസ്റ്റലൈൻ, മോണോക്രിസ്റ്റലൈൻ, മോണോപ്പർക്ക്. ഈ മോണോപ്പർക്കാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി. മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽ, അതാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിൽ നമ്മുടെ ഇവിടുത്തെ അത്ര വെയിലില്ലല്ലോ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പാനലാണ് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽ. കേരളത്തിലൊരു 3-4 മാസം റെയിനി സീസൺ ആയതുകൊണ്ടിട്ട് ആ സമയത്തും പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മോണോപ്പർക്ക് ഹാഫ് കട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ടെക്നോളജി ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത്
സോളാർ പാനൽ പവർ ജനറേറ്റ് ചെയ്തിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്നായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം KSEB ഓൺ ഗ്രിഡ്, അതായത് ഇപ്പം ബാറ്ററിയിലോട്ട് സേവ് ചെയ്തതിന് പകരം സ്റ്റോർ ചെയ്യുന്നതിന് പകരം KSEBിലേക്ക് സ്റ്റോർ ചെയ്യാൻ KSEB സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് എല്ലാവരും ചെയ്യുന്നത്. അതിന് മെയിൻ്റെനൻസ് കുറവാണ്. ബാറ്ററിയുടെ സിസ്റ്റമാണ് നമുക്കിപ്പോഴും തലവേദന ഉണ്ടാക്കുന്നത്. ബാറ്ററി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, വാട്ടർ ലെവലെല്ലാം നോക്കണം. ഇതാകുമ്പോഴത്തേക്ക് ഓൺ ഗ്രിഡിൽ അങ്ങനെയൊന്നും ചെയ്യാനില്ല. അനിലിൻ്റെ ഒരു നോട്ടത്തിൽ ഇനി മുന്നോട്ട് സോളാർ പാനലിൻ്റെ ഒരു ഭാവി എന്താണ്? വളരെ ശോഭനമായ ഭാവിയായിരിക്കുമോ? തീർച്ചയായിട്ടും വളരെ ശോഭനമായിട്ടുള്ള ഭാവിയാണ്. കാരണം നേരത്തേക്ക് ആൾക്കാർക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. നമ്മളിപ്പം ഒരു കൺസ്യൂമർ അടുത്ത് ഇങ്ങനെയൊക്കെ ചെന്ന് പവർ ജനറേറ്റ് ആവുന്നപ്പോൾ ഒരു വിശ്വാസം ഇല്ലായിരുന്നു. ഇപ്പം ആൾക്കാർക്കെല്ലാം വിശ്വാസമായി. സോളാർ വെച്ചാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടെന്ന് അറിയാം. അനുഭവസ്ഥർ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ 5 AC ഉണ്ട്. 5 AC എപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഒരു AC പകലും രാത്രിയിലും എല്ലാം ഉപയോഗിക്കുന്നതാണ്. വണ്ടി ടാറ്റ നെക്സോൺ EV ആണ്. അതും വീട്ടിലാണ് ചാർജ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ കുക്കറാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. എനിക്ക് വീട്ടിൽ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് 150 രൂപ കറണ്ട് ചാർജ് വരത്തുള്ളൂ. അത്രേ വരുന്നുള്ളൂ. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് 150 രൂപ കറണ്ട് ചാർജ് വരുന്നുള്ളൂ. 3 ഫേസ് ആണെങ്കിൽ ഒരു 250 രൂപ. സോളാർ പ്ലാന്റുകളുടെ ലാഭക്ഷമത പരിശോധിക്കുകയാണെങ്കിൽ സൗരോർജ്ജ നിലയങ്ങൾ കൊണ്ട് കറണ്ട് ബിൽ കുറയ്ക്കുക എന്നതുപോലെ വേറെയും അനവധി ഉപയോഗങ്ങളുണ്ട്. കുക്കിംഗ് ഗ്യാസിന് പകരം ഇൻഡക്ഷൻ കുക്കറുകൾ ഉപയോഗിച്ചും സാധാരണ പമ്പുകൾക്ക് പകരം സോളാർ പമ്പുകൾ ഉപയോഗിച്ചും പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചും ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാമെന്ന് ഉറപ്പാണ്. 3 കിലോവാട്ട് ഉൽപ്പാദനശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് 54,000 രൂപയായിരുന്നു ഇതുവരെയുള്ള സബ്സിഡിയെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതിയിൽ ഇത് 78,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3 കിലോവാട്ടിന് മുകളിലുള്ള ഏത് പ്ലാന്റിനും ലഭിക്കുന്ന ആകെ സബ്സിഡി 78,000 രൂപയാക്കി കേന്ദ്ര സർക്കാർ നിജപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ രാജ്യമെമ്പാടും കൂടുതൽ ആളുകൾ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ തയ്യാറായിട്ടുണ്ട്. സോളാർ പ്ലാന്റ് എന്തുകൊണ്ടും ലാഭകരമാണെങ്കിലും പലരെയും അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് തുടക്കത്തിൽ ഇൻസ്റ്റലേഷന് വേണ്ടിവരുന്ന ഭാരിച്ച ചിലവായിരുന്നു. എന്നാൽ ഇന്ന് അതിനും പരിഹാരമായി. പ്രമുഖ സോളാർ ഇൻസ്റ്റലേഷൻ കമ്പനികളെല്ലാം തന്നെ സോളാർ പാനൽ ഘടിപ്പിക്കുന്നതിന് EMI സൗകര്യം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഏകദേശം 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് നടത്താൻ തയ്യാറുള്ളവർക്ക് 12 മുതൽ 120 മാസം വരെയുള്ള മാസത്തവണകളായി ബാക്കി തുക അടച്ചു തീർക്കാനുള്ള സൗകര്യം ഇന്ന് മിക്ക സോളാർ ഇൻസ്റ്റലേഷൻ കമ്പനികളും നൽകുന്നുണ്ട്. 1,250 രൂപ മുതൽ 8,800 രൂപ വരെയാണ് ശരാശരി EMI വരുന്നത്. കത്തുന്ന സൂര്യനെയും കുത്തനെ കുതിച്ചുയരുന്ന വൈദ്യുതി ബില്ലിനെയുമൊന്നും പിടിച്ചുകെട്ടാൻ നമുക്കാവില്ല. എന്നാൽ തിളച്ചുമറിയുന്ന സൂര്യൻ്റെ ഊർജം പാഴാക്കാതെ നമുക്ക് നമ്മുടെ വീടുകളെ തന്നെ പവർ ഹൗസാക്കാം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമുക്ക് തന്നെ യഥേഷ്ടം ഉപയോഗിക്കാം. ഭാവിയിലേക്കുള്ള സുരക്ഷിത നിക്ഷേപം കൂടിയാണ് സോളാർ പാനലുകൾ. പുതിയൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.